ഹലോ, ഗുഡ് ഈവനിങ്. സോ ലാസ്റ്റ് ഞാൻ ജിറ്റ്ഹബിൻ്റെ ലിങ്ക് അയച്ചിരുന്നു. ചെയ്ത് നോക്കിയായിരുന്നോ? സെർച്ച് ആപ്പിൻ്റെ റെഡി ആയായിരുന്നോ? നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ അയച്ചിട്ടുണ്ട്. കൊളാബറേറ്റർ ആയിട്ടാണ് അയച്ചിരിക്കുന്നത്. സോ അത് നിങ്ങൾ ഇൻവിറ്റേഷൻ ടൈം ലിമിറ്റിനുള്ളിൽ ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആ പ്രൊജക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റാതെ വരും കേട്ടോ. കുറച്ചുകൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ. സെർച്ച് ആപ്പ് എൻ്റെ ഓർമ്മയിൽ ഞാനത് കംപ്ലീറ്റ് ചെയ്തു എന്നാണ് വിചാരിച്ചത്. സോ വെജിറ്റബിൾസ് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു വെജിറ്റബിൾസ് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വരും. ഇനിയിപ്പോൾ ബീട്രൂട്ട് ആണെന്നുണ്ടെങ്കിൽ ബീട്രൂട്ട് കൊടുക്കുക, സെർച്ച് ചെയ്ത് നോക്കുക. സോ ആ ഒരു ഐറ്റം മാത്രമായിട്ട് നമുക്ക് ഇവിടെ സെർച്ചിങ് വർക്ക് ആവും. യു സെർച്ച് ഫോർ എന്ന് പറഞ്ഞു വരും. ഇപ്പോൾ ഒന്നും സെർച്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ യു ആർ സെർച്ച് ഫോർ എന്ന് എൻ്റെ കണ്ടന്റ് വരുന്നുണ്ട്. ഇതൊക്കെയാണ് മെയിൻലി വരുന്ന കാര്യങ്ങൾ. എല്ലാ കണ്ടന്റും അവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വരും. സോ ഇതൊക്കെയാണ് മെയിൻലി വരുന്നത്. ഗ്രേപ്പ് ആ ഒരു ഐറ്റം മാത്രമായിട്ട് സെർച്ചിങ് വർക്ക് ആവുന്നുണ്ട്. സോ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ വരും. ഓക്കെ, ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. പിന്നെ ഇത് ചിലപ്പോഴേ ഒരു ഇഷ്യൂ വരാൻ ചാൻസസ് ഉണ്ട്. ലൈക്ക് ഈ ക്വറീസ് യു ആർ എൽ കൊടുക്കുമ്പോഴേ ഷോപ്പിൻ്റെ അവിടെ കൊടുക്കുമ്പോൾ നേരെ ഓൾ ഫ്രൂട്ട് കാറ്റേക്ക് യു ആർ എൽസ് പോകാനുള്ള ചാൻസസ് ഉണ്ട്. കാട്ടിൻ്റെ അല്ല. അപ്പോൾ ഷോപ്പിന് മുമ്പായിട്ട് സെർച്ച് ആപ്പിൻ്റെ യു ആർ എൽ കൊടുത്താൽ ആ ഒരു എറർ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ബാക്കി ക്വറീസ് ഒക്കെ സെയിം തന്നെയാണ്. views.py നമ്മൾ ക്വറി കൊടുത്തതും ക്യൂ എന്ന് പറയുന്ന ആ ഒരു കണ്ടന്റ്, അതായത് നമ്മൾ ടൈപ്പ് ചെയ്ത് സെർച്ചിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന ക്വറി ക്യൂ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ ക്വറി വെച്ചിട്ട് ഗെറ്റ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ ആ ക്വറി ഗെറ്റ് ചെയ്തിട്ട് നമ്മൾ ക്വറി എന്ന് പറയുന്ന വേരിയബിളിലേക്കാണ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ക്യൂ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് വരുന്ന വാല്യൂ. ദെൻ എന്ത് ചെയ്യുവാണ്, പ്രൊഡക്റ്റിനെ ഫിൽട്ടർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നെയിമിൽ അതുണ്ടോയെന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിലുണ്ടോയെന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ കാറ്റഗറി നെയിം ഇവിടെ കണ്ടെയ്ൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഐ കണ്ടെയ്ൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഏത് വേണമെങ്കിലും ഇവിടെ ഐ ആഡ് ചെയ്യണമെങ്കിൽ ഐ ആഡ് ചെയ്യാം കേട്ടോ. കേസ് സെൻസിറ്റീവ് ആക്കണമെങ്കിൽ ആക്കാം, ഇല്ലെങ്കിൽ വേണ്ട. ഓക്കെ, കമ്പൽസറി അല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം. ഓക്കെ, ഇത് രണ്ടും ഓൾട്ടർനേറ്റീവ്ലി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. സോ നമ്മൾ നെയിം കൺസിഡർ ചെയ്യുന്നുണ്ട്, പ്രൊഡക്റ്റ് നെയിം, അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ, കാറ്റഗറി നെയിം. ഇത് വെച്ചിട്ടാണ് നമ്മൾ അവിടെ ഫിൽട്ടർ ചെയ്തെടുക്കുന്നത്. ഫിൽട്ടർ ഫംഗ്ഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ എന്ത് ചെയ്യുവാണ്, ആ ക്വറീനെയും പ്രൊഡക്ട്സിനെയും നമ്മൾ റിട്ടേൺ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഇതിൽ സോ ഐറ്റംസ് ഒക്കെ പ്രോപ്പറായിട്ട് വരുന്നുണ്ട്. സോ അത് ഇഷ്യൂസ് ഇല്ലാതെ കിട്ടുന്നുണ്ട്. ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. എറേഴ്സ് വരുന്നുണ്ടോ എന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ ഹോമിനെ യു ആർ എൽ വെച്ചിട്ട്, അല്ലെങ്കിൽ ഓൾ പ്രൊഡക്ട്സിൻ്റെ യു ആർ എൽ തന്നെ ഹോമിന് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇത്രയൊക്കെയാണ് സെർച്ചിൽ വരുന്നത്. പിന്നെ നെക്സ്റ്റ് നമ്മൾ കാർട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. പേജിനായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊക്കെയാണ് നമ്മൾ മെയിൻലി ചെയ്ത് കംപ്ലീറ്റ് ചെയ്തായിരുന്ന പോർഷൻസ്. സോ ഇതിൽ സെർച്ച് ആപ്പ് എന്ന് പറയുന്ന ഒരു വ്യൂ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ എന്താണ് യു ആർ എൽസിൽ നമ്മൾ നോർമൽ ഇ കൊമേഴ്സിൻ്റെ യു ആർ എൽ ആയിരുന്നു ഉള്ളത്. ഇ കൊമേഴ്സിൻ്റെ യു ആർ എൽ ഷോപ്പിന് മുകളിലാണ് എന്ത് കൊടുത്തത്, സെർച്ച് ആപ്പിൻ്റെ യു ആർ എൽ കൊടുത്തത്. ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് അത് പറഞ്ഞിട്ടുണ്ടായിട്ടാണ് തോന്നുന്നു. അതൊന്ന് റീഅറേഞ്ച് ചെയ്യാം. ദെൻ സെർച്ച് ആപ്പിൻ്റെ യു ആർ എൽസിൽ എന്ത് ചെയ്യുക, നോർമലി നമ്മൾ ആ ഒരു വ്യൂവിനെ കണക്ട് ചെയ്യുന്ന പോലെ എം ടി ആയിട്ട് തന്നെ ഇവിടെ ആപ്പ് നെയിം സെർച്ച് ആപ്പ് കൊടുത്തിട്ടുണ്ട്. ദെൻ എം ടി ആയിട്ട് കൊടുക്കുക. സെർച്ച് റിസൾട്ട് നെയിം ഈക്വൽ സെർച്ച് റിസൾട്ട് എന്ന് പറഞ്ഞാൽ തന്നെ കൊടുത്താൽ മതി. നെയിം ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. ദെൻ അതിനെ ആ ഒരു കറസ്പോണ്ടിങ് നാവ് ബാറിൽ എന്ത് ചെയ്യുക, ആഡ് ചെയ്യാൻ വിട്ടുപോകരുത് കേട്ടോ. ഇവിടെ നമ്മൾ ആക്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. യു ആർ എൽ ആക്ഷൻ ആയിട്ട് കേളി ബ്രാക്കറ്റ്സ് പെർസെൻറ്റേജ് സിമ്പൽ യു ആർ എൽ സെർച്ച് ആപ്പ് കോളൻ സെർച്ച് റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു കണക്ഷൻ പ്രോപ്പറായിട്ട് കൊടുത്തിട്ടില്ലേ നോക്കുക. പിന്നെ ഇൻപുട്ടിലാണ് നമ്മൾ എന്ത് കൊടുത്തിട്ടുള്ളത്, നെയിം ഈക്വൽസ് ക്യൂ എന്ന് കൊടുത്തിട്ടുള്ളത്. അത് മസ്റ്റായിട്ടും ക്രോസ് ചെക്ക് ചെയ്ത് നോക്കണം. ദെൻ ആ ഒരു ക്യൂ എന്ന് പറയുന്ന ഈ ഇൻപുട്ടിൽ വരുന്ന വാല്യൂ ആണ് നമ്മൾ ക്യൂ ആയിട്ട് അസൈൻ ചെയ്തിട്ട് എങ്ങോട്ടേക്ക് കൊടുക്കുന്നത്, നമ്മുടെ വ്യൂവിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി ശ്രദ്ധിക്കാനുള്ളത്.
ഓക്കെ. ദെൻ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ കാർട്ടായിരുന്നു നമ്മൾ ലാസ്റ്റ് ചെയ്തായിരുന്നത് അല്ലേ. ഓക്കെ. കാർട്ട് ഡോട്ട് HTML നമ്മൾ എൽസ്പോർട്ട് വരെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ കാർട്ട് ID ഐക്കൺ പ്ലസിന്റെ കൊടുത്തിട്ടുണ്ടായി അല്ലേ. ഓക്കെ. ഓക്കെ, പ്ലസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു TD കോപ്പി ചെയ്യുന്നുണ്ട്. എൽസ് പാർട്ടിക്ക് പോവാ, പേസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഒരു ഫസ്റ്റ് ലൈൻ കസ്റ്റം ഐക്കൺ കൊടുത്തിട്ടുണ്ടല്ലോ. ഇത് പ്ലസ് ഐക്കൺ അല്ല, നമുക്ക് ട്രാഷിന്റെ ഐക്കൺ ആണ് വേണ്ടത്. ഓക്കെ, ഇവിടെ ട്രാഷിന്റെ ഓക്കെ, ഇവിടെ പ്ലസിന് പകരം മൈനസും കൂടി വേണം. സോ മൈനസ് സിമ്പിള് നമുക്ക് ഫോണ്ടോസ് ഒന്നുകൂടെ പോണ്ടി വരും. സോ ഈ ഒരു ലിങ്ക് ഞാൻ കോപ്പി ചെയ്യുന്നുണ്ട്. ബാക്ക് ടു ക്വറി. ഈ ഐ ടാഗിനെ ഞാനങ്ങ് റീപ്ലേസ് ചെയ്യുന്നുണ്ട്. ഒരു ആഡ് കാർട്ടാണല്ലോ കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ തൽക്കാലം നമുക്ക് ചേഞ്ച് ചെയ്യണം, പുതിയൊരു ഇത് ആഡ് ചെയ്യാം. ഇതേപോലെ തന്നെ ഇതിലെന്താന്ന് വെച്ചാൽ പ്ലസ് ഐക്കൺ ലൈനും ഇതേപോലെ തന്നെ പ്ലസ് ഐക്കൺ നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്നുണ്ട്. ദെൻ ട്രാഷ് ഓപ്ഷൻ നമുക്ക് എൽസ് പാർട്ടിൽ കൊടുക്കാം. സോ ഈ ഒരു ഐക്കണും കൂടി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ഞാനിപ്പോൾ മുകൾ ഭാഗത്തുനിന്ന് കളയുന്നുണ്ട്, ബാക്ക് സ്പേസ് അടിക്കുന്നുണ്ട്. ആഡ് ചെയ്തിട്ട് നമുക്ക് ട്രാഷ് അയക്കാൻ പറ്റും, അല്ലെങ്കിൽ കുറച്ചാൽ പോരെ. സോ അത് താഴെ തന്നെ കിടന്നോട്ടെ. സോ ട്രാഷിൻ്റെ ഐക്കണും അവിടെ ഉണ്ട്. അതേപോലെ തന്നെ അതൊറ്റ TD ആയിട്ട് തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. എന്താണ് ആഡ് ചെയ്യാനുള്ള ഐക്കൺ അവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ ആഡ് കാർട്ട് എന്ന് പറയുന്ന വ്യൂ ആണ് അവിടെ ആഡ് ചെയ്തിരുന്നത്. നമുക്കത് മാറ്റാം. റിമൂവ് കാർട്ടെന്നോ അങ്ങനെ എന്തെങ്കിലും പുതിയ വ്യൂവിൻ്റെ നെയിം കൊടുക്കാം. എന്നിട്ട് നമുക്കത് റീപ്ലേസ് ചെയ്യണം കേട്ടോ. സോ കാർട്ട് ഐറ്റം ഡോട്ട് പ്രൊഡക്റ്റ് ഡോട്ട് ID തന്നെയായിരിക്കും വരുന്നത്. ക്ലാസ്സൊക്കെ അതേപോലെ തന്നെ ഇരിക്കട്ടെ. മൈനസ് ആണ് നമ്മൾ ഐക്കൺ യൂസ് ചെയ്തിരുന്നത്. ദെൻ ട്രാഷും കൂടി നമ്മൾ അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഒരു TD കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഫോർ ലൂപ്പൊക്കെ നമ്മൾ വൈൻഡപ്പ് ചെയ്യും. ഓക്കെ, TD ക്ലോസ് ചെയ്തിട്ടുണ്ട്, TR ക്ലോസ് ചെയ്തിട്ടുണ്ട്. ദെൻ എവിടെയെങ്കിലും ഒരു ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ക്ലോസ് ചെയ്യാനുണ്ടോ എന്നൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കണം. യെസ്, ഈ ഫോർ ലൂപ്പ് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ക്ലോസ് ചെയ്തിട്ടില്ല. സോ എന്ത് ചെയ്യുക, അതും കൂടി അവിടെ TR ടാഗ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുവാണ്, ആ ഫോർ ലൂപ്പും കൂടി ക്ലോസ് ചെയ്യുവാണ്. ഇതേപോലെ ഇഫും ക്ലോസ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ. curly brackets, percentage symbols and 4 കൊടുക്കുക. അതേപോലെ തന്നെ TD കഴിയുമ്പോൾ
NDFും കൊടുക്കാം. കേർലി ബ്രാക്കറ്റ്സ് പെർസെൻറ്റേജ് സിമ്പിൾ, ഇവിടെ NDF കൊടുക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, പുതിയൊരു ടേബിൾ ടാഗ് കഴിഞ്ഞതിന് ശേഷം പുതിയൊരു ഡിവും കൂടി ആഡ് ചെയ്യണം. ബിക്കോസ് നമുക്ക് ചെക്കൗട്ടിൻ്റെ പോർഷനും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആഡ് ഓൺ ചെയ്യാനുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് പുതിയൊരു ഡിവ് ഇത് ടേബിൾ ടാഗ് കഴിഞ്ഞതിന് ശേഷം ക്രിയേറ്റ് ചെയ്യുവാണ് കേട്ടോ. സോ ഡിവ് കൊടുത്തിട്ടുണ്ട്. ഡിവ് ടാഗിൻ്റെ ഉള്ളിൽ ക്ലാസ് ആഡ് ചെയ്യുന്നുണ്ട്. ക്ലാസ് കോൾ -12, അതേപോലെ തന്നെ കോൾ SM-12, കോൾ MD-12, then കോൾ LG-6 കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ടെക്സ്റ്റ് സെൻറ്റർ കൊടുക്കുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ഡിവിൽ കൊടുത്തിരിക്കുന്നത്. then അതിന് ശേഷം ഒരു ഡിവും കൂടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. then ഈ ഡിവിനും എന്ത് ആഡ് ചെയ്യുന്നുണ്ട്, ക്ലാസ് ആഡ് ചെയ്യുന്നുണ്ട്. ടേബിൾ ഡിവ് വേണ്ട, ടാബുലർ സ്ട്രക്ചറിനാണ് കൊടുക്കാം. സോ ഈ ഡിവ് കളഞ്ഞിട്ട് നമുക്ക് ടേബിൾ ടാഗ് തന്നെയാക്കാം. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ തോന്നുന്നു. സോ ടേബിൾ ടാഗ് കൊടുക്കാം. ഓക്കെ, സോ ടേബിളിൻ്റെ ക്ലാസ് കൊടുക്കാം. then my custom table, then ക്ലാസ് കൊടുത്തു കഴിഞ്ഞു. then നെക്സ്റ്റ് ടേബിളിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, ടി ഹെഡ് കൊടുക്കുക. then ടി ഹെഡായിട്ട് ടി ഹെഡിനും ഒരു ക്ലാസ് കൊടുക്കുന്നുണ്ട്. ക്ലാസ് മൈ കസ്റ്റം ടി ഹെഡ് കൊടുക്കുക. സോ അത് ക്ലിയർ ആയിട്ടുണ്ടാവും. then നെക്സ്റ്റ് ലൈനിൽ TR ടാഗ് ടേബിൾ റോ ആഡ് ചെയ്യുന്നുണ്ട്. then അതിൻ്റെ ഉള്ളിൽ ഒരു THും കൂടി ആഡ് ചെയ്തിട്ട് ചെക്ക് ഔട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സോ ചെക്ക് ഔട്ട് കൊടുത്തിട്ടുണ്ട്. then TH ക്ലോസ് ചെയ്തു. അതേപോലെ തന്നെ ടി ഹെഡും ക്ലോസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ടേബിളിൻ്റെ ബോഡി കൊടുക്കുവാണ്. സോ ടി ബോഡി കണ്ടന്റ് ആയിട്ട് എന്ത് കൊടുക്കുക, പ്ലീസ് റിവ്യൂ യുവർ ഷോപ്പിംഗ് കാർട്ട് ഐറ്റംസ് പ്രൊസീഡിങ് ടു പേയ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടന്റ് കൊടുക്കുക കേട്ടോ. സോ എന്ത് കൊടുക്കുന്നുണ്ട്, ഒരു TR ടാഗ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു TH വേണ്ട, ടി ഡി ഡാറ്റ ടേബിൾ ഡാറ്റ ആയിട്ട് എന്ത് കൊടുക്കുന്നുണ്ട്, പ്ലീസ് റിവ്യൂ യുവർ ഷോപ്പിംഗ് കാർട്ട് ഐറ്റംസ് ബിഫോർ proceeding with the payment. Proceeding with the order payment കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമ്മൾ കണ്ടന്റ് കൊടുക്കുന്നത്. TD ആയിട്ട് ജസ്റ്റ് കണ്ടന്റ് ഒന്ന് നോക്കുക എന്നുള്ള രീതിക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ ചെയ്തു എന്നുള്ള രീതിക്ക് നമ്മളൊരു ക്വറി കൊടുത്തിട്ടുണ്ട്. ദെൻ ടേബിൾ ടാഗിന് ശേഷം ഒരു ഡിവും കൂടി ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. ദെൻ ആ ഡിവിനൊരു ക്ലാസ് ആഡ് ചെയ്യുക. MX ഓട്ടോ കൊടുക്കുന്നുണ്ട്. ആങ്കർ ടാഗ് കൊടുക്കുന്നുണ്ട്. HRFൻ്റെ ഉള്ളിൽ കേർലി ബ്രാക്കറ്റ്സ് പെർസെൻറ്റേജ് സിമ്പിൾ URL സ്പേസ് സിംഗിൾ കോട്ട്സിൽ പാത്ത് കൊടുക്കുക. എന്തെങ്കിലും ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോവുക, നമ്മുടെ ഓൾ പ്രൊഡ് കാറ്റ് എന്നുള്ള ആ ഒരു വ്യൂവിലേക്ക് പോവുക. സോ കംപ്ലീറ്റ് കാറ്റഗറിയിൽ എല്ലാ കാറ്റഗറിയിലുള്ള പ്രൊഡക്ട്സിനെ നമുക്കവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് കിട്ടും. സോ അതും കൂടി എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുക. സോ ഷോപ്പ് കോളൻ നേരത്തെ നമ്മൾ കൊടുത്തിട്ടുള്ള പോലെ തന്നെ ഓൾ പ്രൊഡ് കാറ്റ് കൊടുക്കുക. ഓക്കെ, സോ എല്ലാ പ്രൊഡക്റ്റിൻ്റെയും കാറ്റഗറിക്ക് റീഡയറക്റ്റ് ചെയ്ത് പൊക്കോളും. ദെൻ എന്ത് ചെയ്യുക, ക്ലാസ് ആഡ് ചെയ്യുക. ആങ്കർ ടാഗിന് ക്ലാസ് ആഡ് ചെയ്യുക. ക്ലാസ്സിൻ്റെ ഉള്ളിൽ BTN, ദെൻ BTN -secondary,
btn-block my custom button കൊടുത്തിട്ടുണ്ട്. ദെൻ കണ്ടന്റ് ആയിട്ട് ഇത് കൊടുക്കുക, കണ്ടിന്യൂ ഷോപ്പിംഗ് എന്ന് പറയുന്ന ടെക്സ്റ്റ് കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. സോ കണ്ടിന്യൂ ഷോപ്പിംഗ് കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുള്ള സ്റ്റൈൽസ് നമുക്ക് ആഡ് ചെയ്യണം. സോ കസ്റ്റം ഐക്കൺ നമുക്ക് നമ്മൾ കുറച്ച് സ്റ്റൈൽസ് ഒക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ ഇതിൽ ആഡ് ചെയ്യുക. custom.css ഇനി ആഡ് ചെയ്യാനുണ്ട്. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാൻ പറ്റും. ഓക്കെ, ഡോട്ട് custom-a curly brackets കൊടുക്കുക. ദെൻ അതിൻ്റെ ഉള്ളിൽ ടെക്സ്റ്റ് ഡെക്കറേഷൻ കൊടുക്കുന്നുണ്ട്. നൺ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ആങ്കർ ടാഗിന്. ദെൻ അതേപോലെ തന്നെ നെക്സ്റ്റ് ഡോട്ട് കസ്റ്റം ഐക്കൺ ആണ് പിന്നീട് കൊടുത്തിരുന്നത്. സോ അതിൻ്റെ ഉള്ളിലും ഇത് കൊടുക്കുക, ടെക്സ്റ്റ് ഡെക്കറേഷൻ നൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ആഡ് ചെയ്യാം. #86HE96 ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. സോ ഒരു കളർ ചെറിയൊരു വേരിയേഷൻ വരും, അത്രയ്ക്കേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് അതിൽ ഡിഫറൻസ് ഒന്നുമില്ല. നമ്മൾ ആ ഒരു കളർ ചേഞ്ച് ചെയ്ത് കൊടുത്തു എന്ന് മാത്രം കേട്ടോ. ദെൻ നെക്സ്റ്റ് സ്റ്റൈലും കൂടി നമുക്ക് ആഡ് ഓൺ ചെയ്യാം. ഡോട്ട് കസ്റ്റം ബട്ടൺ ഇത് കൊടുക്കുക, മാർജിൻ ടോപ്പ് ഒരു 5px കൊടുക്കുന്നുണ്ട്. ദെൻ നമുക്ക് എന്ത് ചെയ്യണം, URL ആഡ് കാർട്ടിൽ നമ്മൾ പാത്ത് കൊടുത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കാർട്ടിൻ്റെ URL കേട്ടോ, ഇതിപ്പോൾ നമ്മുടെ കാർട്ടിൻ്റെ URL ആണ്. കാർഡ് ഡീറ്റെയിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ അല്ലേ. നമുക്ക് ആഡിൻ്റെ URL കൂടി ആഡ് ഓൺ ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് പുതിയ പാത്ത് ആഡ് ചെയ്യുക. പാത്ത് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് സിംഗിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ ആഡ്, അതായത് കാർട്ട് ആഡ് ചെയ്യാനുള്ള URL നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ദെൻ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ID കൂടി നമുക്ക് URL റിഫ്ലക്റ്റ് ചെയ്യണം. എന്നാലല്ലേ നമുക്കറിയാം പ്രൊഡക്റ്റിൻ്റെ ID എന്താണെന്ന് കൂടി നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. സോ URL പ്രൊഡക്റ്റിൻ്റെ ID മാത്രം ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ആംഗിൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കും, ഇൻഡ്, ഡാറ്റ ടൈപ്പ് ഇൻഡ് ആണ്. നമ്മുടെ പ്രൊഡക്റ്റ് _ID പ്രൊഡക്റ്റ് ID എന്ന് പറഞ്ഞിട്ടുള്ള ആ വാല്യൂ കൂടി നമുക്ക് അവിടെ എന്ത് ചെയ്യണം, URL നമുക്ക് കാണണം. ആംഗിൾ ബ്രാക്കറ്റിന് പുറത്ത് ക്ലോസ് ചെയ്യാം. സോ ഇങ്ങനെ പാത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ URL എന്ത് കിട്ടും, ആഡ് എന്ന് പറയുന്ന URL വരും. ഒപ്പം തന്നെ ഏത് പ്രൊഡക്റ്റിൻ്റെ ആണ് ആഡ് ചെയ്തതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടെന്ന് വെച്ചാൽ പ്രൊഡക്റ്റ് ID മാത്രം നമുക്ക് അവിടെ പാസ് ചെയ്ത് കിട്ടും. ഓക്കെ, ഇത് നമുക്ക് വ്യൂ വെച്ച് കണക്ട് ചെയ്യാം. സോ വ്യൂസ് ഡോട്ട് ആഡ് കാർട്ട് കൊടുക്കുക, നെയിം ഈക്വൽസ് എന്ത് കൊടുക്കുക, ആഡ് കാർട്ട് കൊടുക്കുക. ഓക്കെ, സോ നെയിം കൊടുത്തിട്ടുണ്ട്. ദെൻ URLൻ്റെ എൻഡിൽ ഒരു കോമ കൊടുക്കാൻ മറക്കരുത്. ദെൻ ഇ കൊമേഴ്സിൻ്റെ URL കാർട്ടിനെ കണക്ട് ചെയ്തിട്ടില്ലേന്ന് ഒന്നും കൂടി ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഇ കൊമേഴ്സിൻ്റെ urls.py കാർട്ടിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ അത് കറക്റ്റ് ആണ്. ദെൻ settings.py ആഡ് ചെയ്തിട്ടില്ലേന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. settings.py കാർട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആപ്പ് നെയിം ഇവിടെ ആഡ് ചെയ്തിട്ടില്ലേ നോക്കണം. കാർട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതൊക്കെ ഓക്കെ ആണ്. നമുക്കിനി ചെക്ക് ചെയ്ത് നോക്കാം. എറേഴ്സ് വരാൻ ചാൻസസ് ഉണ്ട് കേട്ടോ. സോ നമുക്കത് റെഡിയാക്കി പോവാം. ഓക്കെ, സോ ബാക്ക് ടു ബ്രൗസറിലേക്ക് പോവാം. റിഫ്രഷ് ചെയ്യാം കേട്ടോ.
അതിന് മുമ്പ് ഇവിടെ എന്തെങ്കിലും എറർ വന്ന് നടക്കുന്നുണ്ടോ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പോൾ എററൊന്നുമില്ല. പ്രൊഡക്റ്റിലേക്ക് പോകുന്നുണ്ട്, അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. ബാക്ക് ടു വെജിറ്റബിൾസിലേക്ക് പോകുന്നുണ്ട്, ബ്രൊക്കോളി എടുക്കുന്നുണ്ട്. ആഡ് ടു കാർട്ട് ഐക്കൺ കൊടുത്തിട്ടുണ്ട്, ക്ലിക്ക് ചെയ്ത് നോക്കാം. ഈ ആഡ് ടു കാർട്ടിന് നമ്മൾ ഇത് കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. വെയിറ്റ്, ഇതിന് നമ്മൾ ലിങ്ക് ആക്കിയിട്ടില്ല. ഈ ആഡ് ടു കാർട്ട് ക്ലിക്ക് ചെയ്യുമ്പോഴും വർക്ക് ചെയ്യുന്നില്ല. സോ പ്രൊഡക്ട്സ് പേജിലും നമ്മൾ ചേഞ്ചസ് വരുത്തിയിട്ടില്ല അല്ലേ, ഡയറക്റ്റ്ലി കാർട്ട് പേജ് അല്ലേ. ഓക്കെ, സോ product.html എടുക്കുക. product.html xref കൊടുത്തിട്ടില്ല. സോ കേർലി ബ്രാക്കറ്റ്സ് പെർസെൻറ്റേജ് സിമ്പിൾ ഇത് കൊടുക്കുക. URL സ്പേസ് സിമ്പിൾ കോട്ട്സിൽ കാർട്ട് കോളൻ ആഡ് കാർട്ട് കൊടുക്കാം. ഓക്കെ, ദെൻ ഇതൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ആഡ് കാർട്ടിൽ 100 വേഴ്സ് മാച്ച് കാണിക്കുന്നുണ്ട്. ഇവിടെയാണ് ലൈൻ നമ്പർ 36, ഇവിടെയാണ് ഇഷ്യൂ കാണിക്കുന്നത്. നമുക്ക് നോക്കാം. കണ്ടാറ് നമുക്ക് കൃത്യമായിട്ട് ഏത് ലൈനിലാണ് വരുന്നത്, എവിടെയാണ് വരുന്നത് കൃത്യമായിട്ട് നമുക്ക് കിട്ടും. ആഡ് കാർട്ടിനൊപ്പം നമ്മൾ പ്രൊഡക്റ്റ് ഐ ഡിയും കൂടെ പാസ് ചെയ്യണമായിരുന്നു, അതാണ് അവിടെ ഇഷ്യൂ കാണിക്കുന്നത്. സോ എന്ത് ചെയ്യുക, product.html പോവുക, ആ ലൈനിൽ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ആഡ് കാർട്ടിൻ്റെ ഒപ്പം തന്നെ product_id സ്പേസും കൂടെ കൊടുക്കുക. പ്രൊഡക്റ്റ് ഐ ഡിയും കൂടെ പാസ് ചെയ്താൽ നോക്കാം. റിഫ്രഷ് ചെയ്ത് നോക്കുക ബ്രൗസറിൽ പോയിട്ട്. ഓക്കെ, ഒന്നും കൂടി റൺ സെർവർ കൊടുക്കുന്നുണ്ട്. റിഫ്രഷ് ചെയ്യുന്നുണ്ട്, പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുന്നുണ്ട്. ആഡ് കാർട്ട് വിത്ത് ആർഗ്യുമെന്റ്. ഓക്കെ, ഇതിലാണ് അത് കാണിക്കുന്നത്. ഓക്കെ, ആഡ് കാർട്ട് വിത്ത് ആർഗ്യുമെന്റ് നോട്ട് ഫൗണ്ട്. കാർട്ട് ആഡിക്ക് പോകുന്നുണ്ട്, പ്രൊഡക്റ്റ് ഐ ഡി. ഓക്കെ, റിവേഴ്സ് ഫോർ ആഡ് കാർട്ട് വിത്ത് ആർഗ്യുമെന്റ് കിട്ടുന്നില്ല എന്നുള്ള രീതിക്ക് വരുന്നുണ്ട്. ബട്ട് ഇവിടെ URL എന്താണ്, കാർട്ടിൽ ആഡ് കാർട്ട് എന്ന് പറഞ്ഞ വ്യൂ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, പ്രൊഡക്റ്റ് ഐ ഡിയും പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 100 വേഴ്സ് മാച്ച് ആണ്. സോ URL കണക്ഷൻ്റെ എവിടെയാണ് ഇഷ്യൂ വരുന്നത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ദെൻ ND4 കൊടുത്തിട്ടുണ്ട്, ND4 കാണാനില്ല അല്ലേ ഇവിടെ. സോ അതൊന്ന് ക്ലോസ് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. product.html എന്തെങ്കിലും ക്ലോസ് ചെയ്യാൻ ചെയ്തിട്ടുണ്ടോ എന്ന് ക്ലോസ് ചെക്ക് ചെയ്ത് നോക്കാം. ലോക്ക് കണ്ടന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഇതേപോലെ
എൻ്റെ ബ്ലോക്ക് കൊടുത്തിട്ടുണ്ട്, എൻ്റെ ഫോൺ കൊടുത്തിട്ടുണ്ട്. പ്രൊഡക്റ്റ് ഡോട്ട് പ്രൈസ്, ഓക്കെ. പ്രൊഡക്റ്റ് ഡോട്ട് ID കൊടുത്തിട്ടുണ്ട്, NDF കൊടുത്തിട്ടുണ്ട്, എൽസ് കൊടുത്തിട്ടുണ്ട്, ഓക്കെ. എൻ്റെ ബ്ലോക്കും കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ റിഫ്രഷ് ചെയ്ത് നോക്കാം. ഒന്നുകൂടെ റിഫ്രഷ് ചെയ്യുന്നുണ്ട്. ദെൻ ആഡ് ടു കാർട്ട് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, പേജ് നോട്ട് ഫൗണ്ട് ആണ് എറർ വരുന്നത്. കറന്റ് പാത്ത് മാച്ച് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, ഷോപ്പ് ഡോട്ട് യു നേരത്തെ നമുക്ക് കിട്ടിയ സെയിം ഈ സെർച്ചിൻ്റെ കേസിൽ നമുക്ക് ഇതേപോലത്തെ എററായിരുന്നു തോന്നുന്നുണ്ട് അല്ലേ. ഒന്നുമില്ല, URLs പോയിട്ട് ഒന്ന് ചേഞ്ച്, ആ ഒരു ഓർഡർ ഒന്ന് ചേഞ്ച് ചെയ്താൽ മതി, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഇ കൊമേഴ്സിൽ പോവുക, URLs പോവുക, ഈ പാത്ത് അങ്ങ് കട്ട് ചെയ്യുക. പേസ്റ്റ് ചെയ്യാം. ബാക്ക് ടു ബ്രൗസറിലേക്ക് പോവുക, റിഫ്രഷ് ചെയ്ത് നോക്കുക. ഓക്കെ, ടെംപ്ലേറ്റ് സിൻടാക്സ് എറർ ആണ്, കാർട്ടിലാണ് ഇഷ്യൂ വരുന്നത്. ഇഫ് കൊടുത്തിട്ടുണ്ട്, എൻഡ് ഇഫ് ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ, ലുക്കിംഗ് ഫോർ എൻഡ് ഇഫ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. എവിടെയാണ്? കാർട്ട് ഡോട്ട് HTML ആണ്, ലൈൻ നമ്പർ 30. ബ്ലോക്ക് കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്, ഇഫ് നോട്ട് കൊടുത്തിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ എൻഡ് ബ്ലോക്ക് കൊടുത്തിട്ടില്ല. ഓക്കെ, സോ അത് ആഡ് ചെയ്യുക. എറർ നമുക്ക് ക്ലിയർ ആയിട്ട് വരും, ഓരോന്നോരോന്ന് റെഡി ആക്കി വരുമ്പോൾ. സോ കാർട്ട് ഡോട്ട് HTML പോവുക, ഇഫ് എവിടെയാന്ന് നോക്കുക, എന്നിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യുക കേട്ടോ. ഫോർ ലുക്കൊക്കെ നമ്മൾ ക്ലോസ് ചെയ്തായിരുന്നു. ഈ എൽസ് കഴിഞ്ഞതിന് ശേഷമുള്ള പോർഷനാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യാതിരുന്നത് അല്ലേ. ഇഫ് നോട്ട് കാർട്ട്, എൽസ് കൊടുത്തിട്ടുണ്ടായി അല്ലേ. എൽസ് യുവർ ഷോപ്പിംഗ് കാർട്ട് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായി. ആ ഡിബ് ക്ലോസ് ചെയ്തിട്ടുണ്ടായി. നെക്സ്റ്റ് എന്താണ്? യുവർ ഐറ്റംസ് എന്ന് പറഞ്ഞിട്ട് ഫോർ ലൂപ്പിൽ കണ്ടന്റ് കൊടുത്തിട്ടുണ്ടായി അല്ലേ. ഒന്നില്ലെങ്കിൽ ഷോപ്പിംഗ് കാർട്ട് എംപ്റ്റി ആയിരിക്കണം, അല്ലെങ്കിൽ എന്താണ് ഇത്രയും കണ്ടന്റ് ഐറ്റംസും അതേപോലെ തന്നെ ഐറ്റംസ് ഇമേജ് പ്രൈസ് ക്വാണ്ടിറ്റി എല്ലാം നമുക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്ത് വരണം. സോ ഈ ടേബിൾ ടാഗ് കഴിഞ്ഞതിന് ശേഷം ഇത് കൊടുക്കുക, കർലി ബ്രാക്കറ്റ്സ്, പെർസെൻറ്റേജ് സിമ്പിൾ ഇത് കൊടുക്കുക, 24 കൊടുക്കുക. എന്നിട്ട് റിഫ്രഷ് ചെയ്ത് നോക്കുക. ബ്രൗസറിൽ പോവുക, റിഫ്രഷ് ചെയ്യുക, അടുത്ത എറർ വരും. സോ അത് ക്ലിയർ ചെയ്യുക കേട്ടോ. കാർട്ടിൽ ലൈൻ നമ്പർ 12 സോ ലുക്കിംഗ് ഫോർ എൻഡ് ബ്ലോക്ക്, ബ്ലോക്ക് കണ്ടന്റിൻ്റെ എൻഡ് ബ്ലോക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. സോ അതും എന്ത് ചെയ്യുക, ആഡ് ചെയ്യാം. കർലി ബ്രാക്കറ്റ്സ്, പെർസെൻറ്റേജ് സിമ്പിൾ, എൻഡ് ബ്ലോക്ക് കൊടുക്കുക. ദെൻ ബ്രൗസറിൽ പോവുക, റിഫ്രഷ് ചെയ്യുക. ദെൻ ടൈപ്പർ കാണിക്കുന്നുണ്ട്, എവിടെയാണ്? കാർട്ട് ഐറ്റം, കാർട്ട് ഐറ്റം ഡോട്ട് ഓക്കെ STR റിട്ടേൺ എന്ന് പറഞ്ഞിട്ട് വരും. നോൺ സ്ട്രിങ് ആണ്. സോ കാർട്ട് ഡോട്ട് HTML ലൈൻ നമ്പർ 63 എറർ കാണിക്കുന്നത്. വ്യൂസിൽ ലൈൻ നമ്പർ 45 കാർട്ട് ഐറ്റം എന്നിവ കൊടുത്തിരിക്കുന്നത്. കാർട്ട് ഐറ്റം ഡോട്ട് പ്രൊഡക്റ്റ് ഡോട്ട് നെയിം ആക്കിയാൽ മതി. സോ കാർട്ട് ഡോട്ട് HTML പോവുക, ലൈൻ നമ്പർ 63. സോ സ്ക്രോൾ ചെയ്യുക, 63. സോ കാർട്ട് ഐറ്റം ഡോട്ട് പ്രൊഡക്റ്റ് ഡോട്ട് നെയിം കൊടുക്കുക.
ആ ഒരു എറർ ക്ലിയർ ചെയ്തിട്ട് വരും. നമ്മൾ മാനുവലി ചെയ്യുമ്പോൾ എറേഴ്സ് വരും, ബട്ട് നമ്മളത് ചെയ്ത് പഠിക്കും കേട്ടോ. കണ്ടോ, നമ്മളൊരു ഐറ്റം ആഡ് ചെയ്ത ഐറ്റം ചെക്കൗട്ടിൻ്റെ പോർഷൻ വരുന്നുണ്ട്. ഇതിന് നമുക്ക് ഇനി അലൈൻമെൻറ്റ് റെഡിയാക്കാനുണ്ട്. ഐറ്റം വരുന്നുണ്ട്, ചെക്കൗട്ടിൻ്റെ പോർഷൻ വരുന്നുണ്ട്. ഇനി ഒരു ഐറ്റം കൂടി ആഡ് ഓൺ ചെയ്യണമെങ്കിൽ ആ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ക്വാണ്ടിറ്റി +2 ആയി, 3 ആയി, അങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും ക്വാണ്ടിറ്റി ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഡോളർ സിമ്പിൾ കൊടുത്തിട്ടുണ്ട് അല്ലേ, ഡോളർ സിമ്പിൾ കൊടുക്കുന്നത്. ഓക്കെ, റിഫ്രഷ് ചെയ്യാം. സോ ഡോളർ സിമ്പിൾ പോയിട്ടുണ്ട്. സോ 3 ബ്രൊക്കോളിയാണ് അതിലെടുത്തിട്ടുള്ളത്, നമുക്ക് അവിടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ ആ പ്രൈസ് കൊടുത്താൽ മതി. ആ ഫോമാറ്റ് സെയിം ആണ്. ഇവിടെ കറക്റ്റ് ആയിട്ട് എമൗണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വരുന്നത് കാണാൻ പറ്റും. ദെൻ കണ്ടിന്യൂ ഷോപ്പിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് ടു നമ്മുടെ ഓൾ പ്രൊഡക്റ്റ് ഡാറ്റ, എല്ലാ പ്രൊഡക്ട്സ് ഉള്ള ആ ഒരു ഇതിക്ക് പേജിലേക്കാണ് റീഡയറക്റ്റ് ചെയ്ത് പോകുന്നത്. കാർട്ടിൻ്റെ ഐക്കണെ നമുക്കിനി എന്ത് ചെയ്യണം, എനേബിൾ ചെയ്ത് കൊടുക്കണം. സോ ആ ഒരു പരിപാടിയും കൂടി ഉണ്ട്. സോ ബാക്ക് ടു നമ്മുടെ ക്വറിയിലേക്ക് വരാം. കാർട്ട് ഐക്കൺ ആഡ് ചെയ്ത പോർഷനിലേക്ക് പോവുക. അതായത് നാവ് ബാറിൽ കാർട്ട് നെയിം, കാറ്റഗറി നെയിമാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സെർച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബട്ടൺ BTN ഓഫ്ലൈൻ സബ്മിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പായിട്ട് ഇതാണ് നമ്മുടെ കാർട്ട്. കൊടുത്തിട്ടുണ്ട്, ടാഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. href ആഡ് ചെയ്യുക. href ഈക്വൽസ് കേർലി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ % സിമ്പിൾ കൊടുക്കുക. then URL കൊടുക്കുക, സിംഗിൾ കോട്ട്സിൽ കാർട്ട് കോളൻ ഏത് ഫംഗ്ഷനാണ് നമ്മൾ ഡിഫോൾട്ട് കൊടുത്തിരിക്കുന്നത് അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം കേട്ടോ. കാർട്ട് ഡീറ്റെയിൽ ആണ്. സോ കാർട്ട് ഡീറ്റെയിൽ കൊടുക്കുക കേട്ടോ. നാവ് ബാറിലേക്ക് പോവാം. കാർട്ട് ഡീറ്റെയിൽ കൊടുക്കുക. ദെൻ ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കുക URL കറക്റ്റ് ആണോന്ന്. URL ആയിട്ടുണ്ട്. കാർട്ട് പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം എന്താ, നമ്മുടെ URLs കംപ്ലീറ്റ്ലി ആക്ടിവേറ്റ് ആണ്. ഈ ഹോമിന് ആ ഒരു ലിങ്ക്, ഓൾ പ്രൊഡക്റ്റ് കാറ്റിൻ്റെ ലിങ്ക് കൊടുത്താൽ മതി. ദെൻ ഷോപ്പിൽ ഓൾ പ്രൊഡക്ട്സ് കൊടുക്കണമെന്നില്ല, ആ ഒരു ലിങ്ക് ഇവിടെ കൊടുത്താലും മതി. ഓക്കെ, സോ അത് കറക്റ്റായിട്ട് പൊക്കോളും. ഓക്കെ, അത് നാവ് ബാറിൽ തന്നെ ഫിക്സ് ചെയ്യാം അല്ലേ. ഫോർ ലൂപ്പിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലിങ്ക് കോപ്പി ചെയ്യുന്നുണ്ട്. ദെൻ ഹോമിന് href ഈക്വൽസ് ഇത് കൊടുക്കുക, ആ ഒരു ലിങ്ക് പേസ്റ്റ് ചെയ്യുക. ദെൻ ഇവിടെ ഓൾ പ്രൊഡക്ട്സ് വേണമെന്ന് കമ്പൽസറി ഇല്ല, അവിടെ ഇരുന്നോട്ടെ, കളയാൻ നിൽക്കണ്ടൊന്നും. ദെൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സംഭവം റിഫ്രഷ് ചെയ്ത് വയ്ക്കാം. ഹോം ഹൈപ്പർ ലിങ്ക് ആണ്. ഷോപ്പിൽ ഡ്രോപ്പ് ഡൗൺ ഐറ്റംസ് എല്ലാം വർക്കിംഗ് ആണ്. കാർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിക്ക് റീഡയറക്റ്റ് ചെയ്ത് കാർട്ടിൻ്റെ ഡീറ്റെയിൽസ് ഉള്ള പേജിക്ക് റീഡയറക്റ്റ് ചെയ്ത് വരും. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഐറ്റംസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. ദെൻ സെർച്ച് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ക്യാരറ്റ് വരുന്നുണ്ട്. ദെൻ ആഡ് ടു കാർട്ട് കൊടുത്ത് നോക്കുക. ഒരു ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈഡ് ബൈ ആ ഒരു ഐറ്റത്തിൻ്റെ നെയിം എന്നുള്ള രീതിക്ക് നമുക്കിവിടെ ഐറ്റംസ് ഇവിടെ ആഡ് ഓൺ ചെയ്ത് വരുന്നുണ്ട്. ചെക്കൗട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആ ഒരു ചെക്കൗട്ട് പോർഷനും വരുന്നുണ്ട്. നമുക്കിനി ചെക്കൗട്ടിൻ്റെ ഭാഗം റൈറ്റ് സൈഡിലും ഈ ഒരു ഐറ്റംസ് ഒക്കെ ലെഫ്റ്റ് സൈഡിലും വരണം. സോ അത് നമുക്ക് ചെയ്യാനുണ്ട്. ഇപ്പം നമ്മൾ എറേഴ്സ് ഒക്കെ ക്ലിയർ ചെയ്തു. ഇനി നമുക്ക് മോഡൽസിൽ കുറച്ച് ചേഞ്ചസും കൂടി വരുത്താനുണ്ട്. സോ കാർട്ടിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ സ്ട്രിങ് കണ്ടന്റ് റിട്ടേൺ ചെയ്യുന്നുണ്ടല്ലോ, സോ അതിൻ്റെതായ ചെറിയ ഇഷ്യൂസ് വരുന്നുണ്ട്. ദെൻ സോ നമുക്കത് ക്ലിയർ ചെയ്യാം. സോ എന്ത് ചെയ്യുക, models.py പോവുക. കാർട്ടിൻ്റെ models.py കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം.
ഈ HTML പേജസും URLs ഒക്കെ ഞാൻ ക്ലോസ് ചെയ്യുന്നുണ്ട്. models.py കാർട്ടിൻ്റെ തന്നെയല്ലേന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. കാർട്ട് models.py എടുക്കുക. ഓക്കെ, സോ ഇവിടെ STR കൊടുത്തത് നമ്മളെന്താണ്, പ്രൊഡക്റ്റ് ആണ് അല്ലേ. സോ അത് നമുക്ക് കാർട്ടിൻ്റെ ക്ലാസ്സിലുള്ള STR ഫോമാറ്റ് നമുക്കത് നോർമൽ നമ്മൾ മറ്റ് മോഡൽസിൽ കൊടുത്ത ഫോമാറ്റിൽ നിന്ന് നമുക്ക് കൊടുക്കാം. സോ പ്രൊഡക്റ്റ് റിട്ടേൺ ചെയ്യുന്നതിന് പകരം സിംഗിൾ കോഡ്സിൽ ഫോമാറ്റ് സ്ട്രിങ് പോലെ ഇത് കൊടുക്കുക, ഫോർമാറ്റ് കൊടുക്കുക. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സെൽഫ് ഡോട്ട് കാർട്ട് ID കൊടുക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് കാർട്ട് ID ഉണ്ടല്ലോ. സോ സെൽഫ് ഡോട്ട് കാർട്ട് ID കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ കാർട്ട് ഐറ്റം അല്ലേ. കാർട്ട് ഐറ്റം ആണെങ്കിൽ പ്രൊഡക്റ്റ് തന്നെ വേണം. സോ പ്രൊഡക്റ്റ് തന്നെ കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് കൊടുക്കുക. കാർട്ട് ID കാർട്ടിൽ ഇവിടെ ഓക്കെ, സിംഗിൾ കോഡ്സിൽ കർലി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഒരു ഡോട്ട് കൊടുക്കുക, ഫോമാറ്റ് കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് കൊടുക്കുക. ഓക്കെ, സോ കാർട്ടിൻ്റെ STRൽ എന്ത് കൊടുത്തിട്ടുണ്ട്, കാർട്ട് ID ഫോമാറ്റ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ കാർട്ട് ഐറ്റത്തിൻ്റെ STRൽ പ്രൊഡക്റ്റ് സെൽഫ് ഡോട്ട് പ്രൊഡക്റ്റ് നമ്മൾ കൊടുത്തതിനെ എന്താക്കിയിട്ടുണ്ട്, ഫോമാറ്റ് ആക്കിയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി പ്രൊജക്റ്റിനെ റൺ ചെയ്യണം. ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഐറ്റംസ് ഒക്കെ നമ്മളൊന്ന് ആഡ് ചെയ്ത് നോക്കിയായിരുന്നു. ഓക്കെ, സെയിം ഫോമാറ്റ് തന്നെയാണ്. പ്രൊഡക്റ്റ് നെയിം SK പറഞ്ഞിട്ട് ആ ഒരു ID വരുന്നില്ല. ഓക്കെ, ദെൻ പ്രൈസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കണ്ടിന്യൂ ഷോപ്പിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കി ഐറ്റംസിനെയും കൂടി നമുക്ക് നമ്മുടെ ആ ഒരു പ്രൊഫൈലിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ഓൺ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ മുകളിൽ നമ്മുടെ കാർട്ടിൻ്റെ സിമ്പിൾ കാണുന്നുണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് ടു നമ്മുടെ കാർട്ടിലേക്ക് പോകാനും പറ്റും. ഇത്രയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്വാണ്ടിറ്റി സെറ്റപ്പ് കുറച്ചൊന്ന് റെഡിയാക്കാനുണ്ട്. പ്ലസ് മൈനസ് ഒന്നും പ്രോപ്പർ അല്ല അല്ലേ. സോ മൈനസിൻ്റെ സിമ്പിളൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട്. മൈനസിൻ്റെ ഐക്കൺ ഒരു രസമില്ലാത്ത മൈനസ് ഐക്കൺ. അതൊന്നും കൂടി ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. അതന്നെയല്ലേ നമ്മൾ കൊടുത്തതോ കോപ്പി പേസ്റ്റ് ചെയ്തപ്പോഴേ പാളിയോ എന്നുള്ളതൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ക്വറിയിലേക്ക് പോകുന്നുണ്ട്. cart.html ഈ കംപ്ലീറ്റ് ക്വറി നമ്മൾ എന്താണ്, ഒരു കംപ്ലീറ്റ് ഫങ്ഷനാലിറ്റീസ് നമ്മൾ കൊടുത്ത ക്വറീസ് കംപ്ലീറ്റ് ആണ് നമുക്ക് അവിടെ വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഐക്കൺ മൈനസ് ഇതേപോലെ ട്രാഷിൻ്റെ ഐക്കൺ പ്രോപ്പറായിട്ട് വന്നിട്ടില്ല. ഈ TD ടാഗ് ക്ലോസ് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ. ഇവിടെ TD ടാഗ് ക്ലോസ് ചെയ്യാം. ഒരു TD ടാഗും കൂടെ കൊടുക്കുന്നുണ്ട്. ഐക്കൺ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. തൽക്കാലം ഈ ഒരു സ്റ്റൈൽ തന്നെ കംപ്ലീറ്റ്ലി കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുന്നുണ്ട് കേട്ടോ. പർപ്പസ് മാറും, നമ്മൾ പുതിയ ഫങ്ഷൻസ് ആഡ് ഓൺ ചെയ്യും കേട്ടോ കാർട്ടിൽ. പേസ്റ്റ് ചെയ്യുന്നുണ്ട്.
ഓക്കെ, ഈ ഐക്കൺ നെക്സ്റ്റ് ലൈനിലാക്കുന്നുണ്ട്. ഓക്കെ, ദെൻ ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കുക. സ്റ്റിൽ കാർട്ടിൻ്റെ സിമ്പിൾ വന്നിട്ടില്ല. ഓക്കെ, ഒരു ഇമേജിന് നമ്മൾ അബ്സല്യൂട്ട് യുആർഎൽ കൊടുത്തത് പോകുന്നില്ല. അത് നമുക്ക് നോക്കണം. സോ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. സോ നമുക്കിപ്പോൾ എന്താണ് അതിൻ്റെ ക്വാണ്ടിറ്റി സെറ്റപ്പ് ഒന്ന് കറക്റ്റ് ചെയ്യണം. ബിക്കോസ് പ്ലസ് വിസിബിൾ ആണ്, സോ ബട്ട് മൈനസ് ഒന്നും വിസിബിൾ അല്ല. സോ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതേപോലെ പ്ലസ് ഈക്വൽ ടു അക്വറിയൊക്കെ കറക്റ്റ് അല്ലെങ്കിൽ ഒന്നും കൂടി ക്രോസ് ചെക്ക് ചെയ്ത് നോക്കണം. ഐറ്റംസിന് ആഡ് ചെയ്യാനുള്ള കുറേ കൊടുത്തിട്ടില്ലേ എന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. അതിന് വേണ്ടിയിട്ട് വ്യൂസ് ഡോട്ട് പി വൈ എടുത്ത് നോക്കാം കേട്ടോ. കാർട്ടിൻ്റെ സെർച്ച് ആപ്പ് അല്ല, കാർട്ടിൻ്റെ. സോ ട്രൈയിൽ കാർട്ട് ഐറ്റം ഈക്വൽസ് കാർട്ട് ഐറ്റം ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ഫിൽറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആഡ് കാർട്ട് ഫംഗ്ഷൻ്റെ ഉള്ളിൽ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അതിൽ ഓക്കെ കാർട്ട് ഐ ഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതല്ലാതെ നെക്സ്റ്റ് ട്രൈയിൽ ഇവിടെ ക്വാണ്ടിറ്റി പ്ലസ് ഈക്വൽസ് 1 പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ദെൻ അതിന് ശേഷം കാർട്ട് ഐറ്റം ഡോട്ട് സേവും കൊടുത്തിട്ടുണ്ട്. സോ അത് ഡാറ്റാ ബേസിൽ സേവ് ആയിക്കോളും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് കാറ്റഗറി ഡോട്ട് HTML. പ്രൊഡക്റ്റ് ഐ ഡി നമ്മൾ ഓൾറെഡി HREFിൽ ആഡ് ചെയ്തിരുന്നു. അതേപോലെ എൻഡിഫ് കംപ്ലീറ്റ് നമ്മൾ ആഡ് ചെയ്തിരുന്നു. കാർട്ട് പേജിൽ എൻഡിഫും ദെൻ എൻ്റെ ഫോറും എൻ ബ്ലോക്കും ഒക്കെ നമ്മൾ ആഡ് ചെയ്തിരുന്നു. ദെൻ മോഡൽസ് ഡോട്ട് പി വൈയിൽ നമുക്ക് കാർട്ട് ഐറ്റത്തിൻ്റെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ STR നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. അത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സ്ട്രിങ് ആയിട്ട് തന്നെ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കാർട്ട് ഐറ്റത്തിൻ്റെ മോഡൽസിനുള്ളിൽ ഫോമാറ്റ് ഈ ഒരു രീതിക്ക് വേണമെങ്കിൽ ഒരു ഫോമാറ്റാണ്. അതല്ലെങ്കിൽ എന്ത് കൊടുക്കുക, തന്നെ ഫോളോ ചെയ്യുന്ന നിർബന്ധമൊന്നുമില്ല, STR കൊടുക്കുക. സോ സ്ട്രിങ് ഓഫ് സെൽഫ് ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്കത് പാസ് ചെയ്യാൻ പറ്റും. ദെൻ ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കുക. ഓക്കെ, സോ ബാക്ക് ടു നമ്മുടെ ക്വറിക്ക് വരാം. ക്വാണ്ടിറ്റി കൗണ്ട് ചെയ്യുന്നതൊക്കെ എന്താണ്, നമുക്കിപ്പോൾ പ്രൊഡക്റ്റ് നെയിം അല്ല നമ്മളിപ്പോൾ ഡിസ്പ്ലേ ചെയ്യുന്നത്, അത് മാറ്റിയിട്ട് നമുക്ക് പ്രൊഡക്റ്റ് പ്രൈസ് ആക്കാം. സോ അതിന് വേണ്ടിയിട്ട് കാർട്ട് ഡോട്ട് HTMLക്ക് പോവുക. ദെൻ ഇവിടെ പ്രൊഡക്റ്റ് ഡോട്ട് ഇവിടെ നെയിം മാറ്റിയിട്ട് എന്താക്കുക, പ്രൈസ് കൊടുക്കുക. ദെൻ ഇവിടെ കോളർ സിമ്പിൾ വേണമെങ്കിൽ ആഡ് ഓൺ ചെയ്യാവുന്നതാണ്. സോ നമ്മൾ പ്രൈസ് ആഡ് ചെയ്തിട്ടുണ്ട്. സബ് ടോട്ടൽ കാർട്ട് ഐറ്റം ഡോട്ട് സബ് ടോട്ടൽ തന്നെയല്ലേന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. ദെൻ ഇനി നിങ്ങൾക്ക് പ്രീവിയസ്ലി നിങ്ങൾ കാർട്ടിൽ ആഡ് ചെയ്ത ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, നിങ്ങൾ മുമ്പ് ചെയ്ത ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ബ്രൗസറിൽ ഹിസ്റ്ററി ഉണ്ടാവില്ലേ, അതൊന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബ്രൗസർ ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാർട്ടിൽ എടുക്കുന്ന ഐറ്റംസ് ഒക്കെ പോകും കേട്ടോ. ബിക്കോസ് നമ്മൾ സെഷൻ ബേസ്ഡ് ആയിട്ടാണ്, നമ്മളിപ്പോൾ ഇതിൽ ലോഗിൻ ആഡ് ചെയ്തിട്ടില്ല, യൂസർ ലോഗിനും ലോഗൗട്ടും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ സെഷൻ ബേസ്ഡ് ആയിട്ടായിരിക്കും ഇപ്പോൾ കറൻ്റ്ലി വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, നമ്മൾ ചെയ്യുന്ന വർക്ക്സ്, നമ്മുടെ ബ്രൗസിങ് ഹിസ്റ്ററി നമ്മൾ റിമൂവ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ കാർഡ് ഡീറ്റെയിൽസും കംപ്ലീറ്റ്ലി എന്താവും, റിമൂവ് ആവും കേട്ടോ. അതും കൂടി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. കാർഡ് ഡീറ്റെയിൽസ് നമ്മൾ ഇതിപ്പോൾ ബ്രൗസിങ്ങിൽ നമ്മൾ ഡാറ്റ റിമൂവ് ചെയ്യുന്നതിനനുസരിച്ച് കാർട്ടിലെ ഡീറ്റെയിൽസും അതിൽ നിന്ന് റിമൂവ് ആവും. സോ അത് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മൾ പ്രൈസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്
ഒരു കാർട്ട് ആപ്പിന് വേണ്ടിയിട്ട് ഒരു കണ്ടന്റ് പ്രൊസസ്സർ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് നെക്സ്റ്റ്. ഒരു കൗണ്ടർ പോലെ. എന്തിനാന്ന് വെച്ചാൽ പ്രീവിയസ് ഐറ്റംസ് ഒക്കെ ഹിസ്റ്ററി ക്ലിയർ ചെയ്യുമ്പോൾ ഇതായി പോവും, റിമൂവ് ആയി പോവും അല്ലേ. സോ എന്താണ് സെഷനിലാണ് സ്റ്റോർ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. സോ നമുക്കിനി ആവശ്യമുള്ള കണ്ടന്റ് ആണെങ്കിൽ നമുക്ക് ആ ഒരു ഐറ്റംസിനൊക്കെ സേവ് ചെയ്ത് വെക്കണം അല്ലേ. സോ ഒരു കണ്ടന്റ് പ്രൊസസ്സർ അല്ലെങ്കിൽ ആ ഒരു ലിങ്കിനെ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കോണ്ടെക്സ്റ്റ് പ്രൊസസ്സേഴ്സ് എന്ന് പറയുന്ന ഒരു ഫയല് കാർട്ട് ആപ്പിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഒരു പൈത്തൺ ഫയലാണ് കേട്ടോ. ദെൻ കാർട്ടിലേക്ക് പോവുക, ഒരു ഫയൽ കൊടുക്കുക, കോണ്ടെക്സ്റ്റ് പ്രൊസസ്സേഴ്സ് .py കൊടുക്കുക. സ്പെല്ലിംഗ് കറക്റ്റ് അല്ലേന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. കോണ്ടെക്സ്റ്റ് പ്രൊസസ്സേഴ്സ് ക്രിയേറ്റ് ചെയ്യുക. ദെൻ അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തൊക്കെയാണ് കൊടുക്കാന്ന് വെച്ചാൽ നമ്മുടെ കാർട്ടിനെയും കാർട്ട് ഐറ്റത്തിനെയും നമ്മൾ എന്ത് ചെയ്യും, ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് ഫ്രം .models ഇമ്പോർട്ട് കൊടുക്കുക നമ്മുടെ മോഡൽസിൻ്റെ നെയിം കാർട്ട്, ഇതേപോലെ കാർട്ട് ഐറ്റം. സോ 2 മോഡൽസിനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇനി വ്യൂസും കൂടി ഇമ്പോർട്ട് ചെയ്യണം. സോ ഫ്രം .views എന്ത് കൊടുക്കുക, ഇമ്പോർട്ട് അണ്ടർസ്കോർ കാർട്ട് ഐ ഡി കൊടുക്കുക. ദെൻ നെക്സ്റ്റ് ലൈനിൽ നമ്മൾ വ്യൂ ഒക്കെ കൊടുക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. ഡെഫ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഫംഗ്ഷൻ ആയിട്ട് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. കൗണ്ടർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കൊടുക്കുന്നുണ്ട്. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഇത് കൊടുക്കുന്നുണ്ട്, റിക്വസ്റ്റ് കോളൻ. നെക്സ്റ്റ് ലൈനിൽ ഐറ്റം കൗണ്ട് ഈക്വൽസ് 0 കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ലൈനിൽ ഇഫ് കണ്ടീഷനാണ് കൊടുക്കുന്നത്. ഇഫ് അഡ്മിൻ ആണ് റിക്വസ്റ്റ് ഡോട്ട് പാത്ത്. ഇപ്പോൾ കറൻ്റ് നമ്മൾ അഡ്മിൻ വെച്ചിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത് കേട്ടോ. അഡ്മിൻ ആണെങ്കിൽ എന്താണ് റിട്ടേൺ ഒരു എംപ്റ്റി ലിസ്റ്റ് കൊടുക്കും, എംപ്റ്റി ഡിക്ഷണറി കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ എൽസ് പാർട്ട് കൊടുക്കുക, എൽസ് കോളൻ കൊടുക്കുക, ട്രൈ. ബിക്കോസ് എക്സെപ്ഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ അതുകൊണ്ടാണ് ട്രൈ കൊടുക്കുന്നത്. കാർട്ട് ഈക്വൽസ് കാർട്ട് ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ഫിൽറ്റർ കൊടുക്കുക. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഇത് കൊടുക്കുക, കാർട്ട് ഐ ഡി. കാർട്ട് ഐ ഡി ഈക്വൽസ് സിംഗിൾ അണ്ടർസ്കോർ കാർട്ട് ഐ ഡി കൊടുക്കുക. ബിക്കോസ് നമ്മൾ ആ സെഷന് കൊടുത്തിരിക്കുന്നത് സിംഗിൾ അണ്ടർസ്കോർ കാർട്ട് ഐ ഡി ആണ്. അതേപോലെ തന്നെ അതിൻ്റെ ബ്രാക്കറ്റ്സിൽ എന്തും പാസ് ചെയ്യുക, റിക്വസ്റ്റ് പാസ് ചെയ്യുക. ഓക്കെ, ഇതന്നെ. അതിന് ശേഷം ഇത് കൊടുക്കുക, കാർട്ട് ഐറ്റംസ് ഈക്വൽസ് നമ്മുടെ ടേബിളിലെ നെയിം കാർട്ട് ഐറ്റം കൊടുക്കുക, ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ഓൾ ഫംഗ്ഷൻ കൊടുക്കുക. ദെൻ ഡോട്ട് ഫിൽറ്റർ കൊടുക്കുക. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താണ് ഫിൽറ്റർ ചെയ്യേണ്ടത്, കാർട്ട് ഈക്വൽസ് കാർട്ട് ബ്രാക്കറ്റ് നമ്മൾ സ്ലൈസിങ് ആണ് യൂസ് ചെയ്യുന്നത്. കോളൻ 1 കൊടുക്കുന്നുണ്ട്. അപ് ടു ഫസ്റ്റ് വാല്യൂ മാത്രം മതി, ബാക്കിയെല്ലാം വേണ്ട. ഓക്കെ, ദെൻ ട്രൈ ബ്ലോക്കിൻ്റെ ഉള്ളിൽ കാർട്ടും അതേപോലെ തന്നെ കാർട്ട് ഐറ്റവും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഐട്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു ഫോർ ലൂപ്പും കൂടിയാണ്. ബിക്കോസ് ഐറ്റംസിന് എല്ലാത്തിനും നമുക്ക് എടുക്കണം അല്ലേ. കാർട്ട് ഐറ്റംസ് എന്ന് പറയുമ്പോൾ എൻ്റയർ ഐറ്റംസ് ആണ് വരുന്നത് ഫിൽറ്റർ ചെയ്തെടുക്കുന്നത്. ഇനി ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് എൻ്റയർ ഐറ്റത്തിനെ 1 by 1 ആയിട്ട് കിട്ടണം. സോ അതിന് വേണ്ടിയിട്ട് ഒരു ഫോർ ലൂപ്പ് കൊടുക്കുക. ഫോർ കാർട്ട് ഐറ്റം ഇൻ കാർട്ട് ഐറ്റംസ് കോളൻ. നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുക, ഐറ്റം കൗണ്ട്. ഒരു കൗണ്ടർ വേണമല്ലോ, ടോട്ടൽ എത്ര കൗണ്ട് ഉണ്ടെന്നുള്ളത്. സോ ഐറ്റം കൗണ്ട് പ്ലസ് ഈക്വൽസ് കാർട്ട് ഐറ്റം ഡോട്ട് ക്വാണ്ടിറ്റി കൊടുക്കുക കേട്ടോ. കാർട്ട് ഐറ്റത്തിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണോ അത്. ഓക്കെ, ഇനി ട്രൈ ബ്ലോക്കിൻ. ഓക്കെ, ദെൻ ട്രൈ ബ്ലോക്കിൻ്റെ അവിടെ എറർ വരുന്നത് കാണാൻ പറ്റും. സോ എക്സെപ്റ്റ് കൊടുക്കുക. എന്ത് കൊടുക്കുക, എക്സെപ്റ്റിൽ
ഇവിടെ ഒരു കാര്യം കൂടെ കൊടുക്കണം. നമ്മൾ ആദ്യം കൊടുക്കുക ഡസ് നോട്ട് എക്സിസ്റ്റ് കൊടുക്കൂലേ. സോ അതേപോലെ കാർട്ട് ഡോട്ട് ഡസ് നോട്ട് എക്സിസ്റ്റ് കൊടുക്കുക. എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഐറ്റം കൗണ്ട് എന്താണ് 0 ആയിട്ട് കൊടുത്താൽ മതി. ഓക്കെ, സോ ഐറ്റം അണ്ടർസ്കോർ കൗണ്ട് ഈക്വൽസ് 0 ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. ദെൻ എന്താണ് നമുക്ക് റിട്ടേൺ ചെയ്യണം അല്ലേ. സോ നമ്മുടെ ഫംഗ്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. റിട്ടേൺ ഡിക്ഷണറി ആയിട്ടാണ് കൊടുക്കുന്നത്. സോ ഐദർ ഡിക്റ്റ് ഫംഗ്ഷൻ ഈ ഒരു കീവേഡ് യൂസ് ചെയ്ത് നമ്മൾ ഇൻറ്റിൽ കൺവേർട്ട് ചെയ്തില്ലേ അതേപോലെ തന്നെ ഡിക്റ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പറ്റും. ദെൻ എന്ത് കൊടുക്കുക, ഐറ്റം കൗണ്ട് പാസ് ചെയ്യുക ഈക്വൽസ് വേരിയബിൾ നെയിം കൊടുക്കുക. ഐറ്റം കൗണ്ടിന് അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ ഈ കോണ്ടെക്സ്റ്റ് പ്രോസസ്സേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത പൈത്തൺ ഫയലാണ്. സോ അതിന് മസ്റ്റായിട്ടും എന്ത് ചെയ്യണം, നമ്മുടെ മെയിൻ പ്രൊജക്ട് ഫോൾഡറിൻ്റെ ഉള്ളിൽ സെറ്റിംഗ്സ് ഡോട്ട് പി വൈയിൽ നമുക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. സോ ഇതിലെവിടെയാണെന്ന് വെച്ചാൽ ടെംപ്ലേറ്റ്സിൻ്റെ പോർഷനിലേക്ക് ഉണ്ടാവും. കോണ്ടെക്സ്റ്റ് പ്രോസസ്സേഴ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മെനു ലിങ്ക് ആഡ് ചെയ്തായിരുന്നു. അതേപോലെ തന്നെ നെക്സ്റ്റ് ലൈനിൽ സിംഗിൾ കോട്ട്സിൽ എന്ത് ആഡ് ചെയ്യുക, ഈ കാർട്ടിൻ്റെ ഈ കോണ്ടെക്സ്റ്റ് പ്രോസസ്സറും കൂടി ആഡ് ചെയ്യുക. ആപ്പിൻ്റെ നെയിം, ദെൻ എന്താണ് ഫയലിൻ്റെ നെയിം, കോണ്ടെക്സ്റ്റ് പ്രോസസ്സർ ഡോട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫംഗ്ഷൻ്റെ നെയിം എന്തായിരുന്നു, കൗണ്ടർ അല്ലേ. സോ കൗണ്ടർ കൊടുക്കുന്നുണ്ട്, കോമ കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, വ്യൂസ് ആഡ് ചെയ്യുക. കൗണ്ടർ സെറ്റിങ്സിൽ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഐറ്റം കൗണ്ട് നമുക്കിനി യൂസ് ചെയ്യേണ്ടതുണ്ട്. സോ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ ഒരു സംഭവം എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ എന്തായാലും ടൈമില്ല. ഇത് ഞാൻ ജിറ്റ് ഹബിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ റിക്വസ്റ്റ് എക്സ്പയർ ചെയ്യുന്നതിനേക്കാളും മുമ്പ് നിങ്ങൾ അതിനെ ആക്സസ് ചെയ്യുക കേട്ടോ. ഞാൻ കൊളാബറേറ്റർ ആയിട്ടാണ് നിങ്ങൾക്ക് ഇട്ടിരിക്കുന്നത്. സോ അത് റിക്വസ്റ്റ് ക്യാൻസൽ ആവുന്നതിനേക്കാളും മുമ്പ് അത് ആക്സെപ്റ്റ് ചെയ്യുക. പക്ഷേ ലിങ്കിൽ കയറിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലും മതി. മെയിൽ വന്നിട്ടുണ്ടാവണം മേ ബി. സോ അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. കുറി ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ നാളെയും മറ്റന്നാളും നമുക്ക് ഹോളിഡേ ആണ് കേട്ടോ. ദെൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് വരുന്നത് ഫ്രൈഡേ ആണ്. സോ അതിന് മുമ്പ് മാക്സിമം ഒപ്പം എത്തിക്കാൻ നോക്കുക. സെർച്ച് ആപ്പിൻ്റെ എവിടെയെങ്കിലും കൺഫ്യൂഷൻസോ ഡൗട്ട്സോ ക്ലാരിഫിക്കേഷനോ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ത്രൂ ചോദിക്കുക. ക്ലാസ്സിൽ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിലും അങ്ങനെയും ചെയ്യാം. ഓക്കെ, സോ മുൻകൂട്ടി പറഞ്ഞാൽ നമുക്കത് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഓക്കെ, സോ എവിടെയെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്യുക കേട്ടോ. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് കാർട്ട് എത്തിയിട്ടുണ്ട്. കാർട്ടിൻ്റെ പോർഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പേയ്മെൻറ്റിലേക്ക് കിടക്കും. ഇതിപ്പോൾ ആഡ് ചെയ്യുക, ട്രാഷ് റെഡി ആക്കണം, അങ്ങനത്തെ കുറച്ച് ടാസ്കും കൂടി ഇതിലുണ്ട്. ദെൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പേയ്മെൻറ്റും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പോർഷൻ ഓൾമോസ്റ്റ് തീരും. സോ വേഗം നോക്കിയിട്ട് ഒപ്പം എത്തിക്കുക കേട്ടോ. അല്ലെങ്കിൽ പ്രൊജക്റ്റ് തീരുന്ന സമയത്ത് നിങ്ങളുടെ സബ്മിഷൻ ഡേറ്റും കൂടി അവിടെ ഡിക്ലെയർഡ് ആവും. സോ ഒപ്പം തന്നെ ചെയ്ത് പോവുക കേട്ടോ. താങ്ക് യു. താങ്ക് യു മാം.